എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹായ്. ഞാനൊരു സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ബോധേഡാവണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടോ അല്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിത്യന്തരം നമ്മുടെ കൺമുന്നിൽ കാണുകയും വാർത്തകൾ കേൾക്കുകയും ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക അവശേഷിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത് നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നും ഇതിനെതിരെ പ്രതികരിക്കണമെന്നും നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം വരണമെന്നൊക്കെ നമുക്ക് തോന്നുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇത് അവിടെ നടന്നൊരു സംഭവമല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കോ നമ്മുടെ കുടുംബക്കാർക്കോ കൂട്ടുകാർക്കോ ഒന്നും പറ്റിയില്ലല്ലോ, ഇതൊക്കെ എവിടെയോ നടക്കുന്നൊരു കാര്യമല്ലേ എന്നുള്ള രീതിയിൽ നിന്ന് നമ്മൾ വിട്ടുകൊണ്ട് നമ്മളൊക്കെ മനുഷ്യരാണെന്നും ഒരാൾക്ക് സംഭവിച്ച കാര്യം ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും സംഭവിക്കാമെന്നും എനിക്ക് സംഭവിച്ചാൽ അത് എത്രത്തോളം വേദനാജനകമാണോ അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ആളുകൾക്കും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾക്ക് സംഭവിക്കുന്ന കാര്യം നമ്മൾ ഇനിയെങ്കിലും ആർക്കും സംഭവിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി നമ്മൾ പ്രതികരിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. സോ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം മുക്കം എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് നടന്നിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീയെ, ഒരു ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സ്ത്രീയെ അവിടുത്തെ ജീവനക്കാരനും അവിടുത്തെ ഉടമയും ചേർന്ന് ആക്രമിക്കാൻ, ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു പോസ്റ്ററാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന്. ഇത് കേട്ടുകൊണ്ട് അയാൾ പറയുന്ന മറുപടി, നീ ഒച്ച വെക്കണ്ട, ഒച്ച വെച്ച് ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നിന്റെ മാനം പോകുമെന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് ഇത്ര നിസ്സാരമായിട്ട് അയാൾക്ക് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയാൻ കഴിയുന്നത്? അതിൻ്റെ കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ സൊസൈറ്റി ഇന്നും ഒരു മെയിൽ ഡോമിനിസ്റ്റിക് അല്ലെങ്കിൽ ഒരു പുരുഷ മേധാവിത്വ സ്വഭാവമുള്ള ഒരു സൊസൈറ്റിയാണ് എന്നതിൻ്റെ പൂർണ്ണ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ ആക്രമിക്കാൻ പോകുമ്പോൾ ആ അക്രമി അല്ലെങ്കിൽ ആ ഒരു പീഡകന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അത് ചെയ്യാൻ തുനിയുമ്പോൾ പോലും അയാൾ വിചാരിക്കുന്നത് താൻ എന്തോ കരസ്ഥമാക്കാൻ, താൻ എന്തോ നേടാൻ പോവുകയും നേരെ മറിച്ച് ആക്രമിക്കപ്പെടാൻ പോകുന്ന ആ ഒരു വിക്ടിമിന് അല്ലെങ്കിൽ ആ ബാധിക്കപ്പെടാൻ പോകുന്ന ആൾക്ക് ജീവിതകാലം മുഴുവൻ എന്തോ നഷ്ടപ്പെടാൻ പോവുകയും ചെയ്യുകയാണ് എന്നൊരു ധാരണയിലാണ് താൻ ഈ ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോകുന്നത്. താൻ ചെയ്യാൻ പോകുന്ന ക്രൈമിൻ്റെ ഒരു ഡെൻസിറ്റി എന്താണെന്നുള്ളത് പോലും താൻ മനസ്സിലാക്കാതെയാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പുരുഷനോ സ്ത്രീയോ അല്ലെങ്കിൽ മറ്റ് ജെൻഡേഴ്സിൽപ്പെട്ട ആരോ തന്നെ ആയിക്കോട്ടെ, കുട്ടികളോ ആരും തന്നെ ആവാം, ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നേരിടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പീഡന ശ്രമങ്ങൾ, ബലാത്സംഗ ശ്രമങ്ങൾ ഒക്കെ നേരിടുമ്പോൾ അവരുടെ മാനമോ അല്ലെങ്കിൽ അന്തസ്സോ ഇതിനൊന്നും യാതൊരു കുറവും സംഭവിക്കുന്നില്ല എന്നും ഇതിനൊന്നും യാതൊരു കോട്ടവും തട്ടുന്നില്ല എന്നുമാണ് അവർ മനസ്സിലാക്കേണ്ടത്. അത് അവർ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പഠനങ്ങളാണ് നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ സ്പ്രെഡ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മൊറാലിറ്റി ഉണ്ട്. അതായത് പുരുഷൻ എന്തുമാവാം, പുരുഷൻ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. നേരെ മറിച്ച് സ്ത്രീ എന്ത് ചെയ്യണം, നമ്മൾ സ്ത്രീകളെ നല്ലപോലെ ഡ്രസ്സൊക്കെ ഇടാൻ പഠിപ്പിച്ച് അവരെ പൊതിഞ്ഞ് കെട്ടി അങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് ഒന്ന് തട്ടം കഴുത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ ഈ സ്ത്രീകൾ ധരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ പുരുഷന്മാർക്ക് അത് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണ് അവരുടെ മേൽ എന്നുള്ള നമ്മുടെ ഈ ഒരു വൃത്തികെട്ട മൊറാലിറ്റി നമ്മളെടുത്ത് തോട്ടിൽ കളയേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഈവൻ നമ്മുടെ മാധ്യമങ്ങൾ പോലും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് മാനഭംഗം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഈ മാനഭംഗമായി മാറുന്നത്? അവർ ആക്ച്വലി അവിടെ ആക്രമിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. അവരുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആവട്ടെ, ഈ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ കുട്ടിയുടെ ആരുടെയെങ്കിലും സമ്മതമില്ലാതെ, കൺസെൻ്റ് ഇല്ലാതെ അവർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവർക്ക് എങ്ങനെയാണ് മാനം നഷ്ടപ്പെടുന്നത്? നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഒരു പേപ്പട്ടി ഒരാളെ കടിക്കുകയാണെന്ന് വെക്കുക. അവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ആ പട്ടിക്ക് പേ ഇളകിയത് കൊണ്ടാണ് അയാളെ കടിച്ചത് എന്ന്. അയാൾക്ക് അയാളുടെ മാനം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നേരെ മറിച്ച് അയാൾ ഇനി ചെയ്യാനുള്ളത് എന്താണ്? അയാൾ റെസ്റ്റ് എടുക്കുക, അതിൻ്റെ ഇത് മാറിക്കഴിഞ്ഞാൽ, വേദന മാറിക്കഴിഞ്ഞാൽ അയാൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക, അത്രയേ ഉള്ളൂ. ഈ ഒരു അവയർനെസ് ആണ് നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ സ്പ്രെഡ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പേപ്പട്ടികളെ തല്ലിക്കൊല്ലാനുള്ള മെഷർമെൻറ്റ്സ് എന്താണോ അതും കൂടെ നമ്മൾ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ റോട്ടിലൊക്കെ പേപ്പട്ടികൾ ഉണ്ടാവും, സോ നിങ്ങൾ റോട്ടിൽ ഇറങ്ങരുത് എന്ന് പറയുന്ന ലാഘവത്തോട് കൂടിയിട്ട് സ്ത്രീകളെ നമ്മൾ കാണരുത്. അവരും നമ്മളെപ്പോലെ തുല്യരായിട്ടുള്ള മനുഷ്യരാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയും അവർക്ക് എല്ലാ തരത്തിലുള്ള റൈറ്റ്സും ഇക്വാലിറ്റിയും നമ്മൾ കൊടുക്കുകയും ചെയ്യണം.
അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആരായാലും തന്നെ അവർക്ക് ഇത്തരം അക്രമങ്ങൾ നേരിടുമ്പോൾ അവർക്കത് തുറന്നു പറയാനും അവർക്ക് ഒരു സഹായം വേണമെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന് കൊടുക്കാനും ഒക്കെ നമ്മളെല്ലാവരും അവരുടെ കൂടെ ഉണ്ട് എന്ന സപ്പോർട്ടാണ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. സോ നമുക്കൊരു നല്ല സൊസൈറ്റി ഫോം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വതന്ത്രമായി ഒരു ആൺ പെൺ വ്യത്യാസമില്ലാതെ നമുക്കൊരു രാത്രിയോ പകലോ എന്ന വ്യത്യാസമില്ലാതെ തൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ആരെയും പേടിക്കാതെ സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ വരണമെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇത്തരം ആളുകളുടെ ഈ ചിന്താഗതി നമ്മൾ തുടച്ചു നീക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവും അതിനില്ല എന്നതാണ് വസ്തുത. സോ ഈ ഒരു കാര്യത്തിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഇത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അക്രമങ്ങൾ നേരിട്ട ആളുകളുടെ അനുഭവങ്ങൾ ഇവർ തുറന്നു പറയാനും മുന്നോട്ട് വരാനും ഈ കുറ്റവാളികളെ സിസ്റ്റത്തിന് മുന്നോട്ട് കൊണ്ടുവന്ന് കാണിക്കാനും ചെയ്യുന്ന ആ ഒരു പ്രവണത നമ്മുടെ നാട്ടിലെ ക്രൈം റേറ്റ്സ് അത്രത്തോളം കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് നീ ഇതൊന്നും മിണ്ടണ്ട, നിനക്കുണ്ടായ ഈ ഒരു അനുഭവം നീ ആരോടും പറയണ്ട, പറ്റിയത് പറ്റി എന്ന് വിചാരിച്ച് നമ്മൾ അവരെ ഒരു മൂലക്ക് ഇരുത്താൻ ശ്രമിക്കാതെ അവരോട് തനിക്കുണ്ടായ അനുഭവം തുറന്ന് പറയാനും ആ കുറ്റവാളിയെ സിസ്റ്റത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഇനി ഇത്തരം കുറ്റങ്ങൾ ചെയ്യാൻ പ്രവണത തോന്നുന്ന ആളുകൾക്ക് ഇതൊരു വലിയ പാഠമാക്കാനുള്ള സിസ്റ്റമാണ് നമ്മൾ ഫോം ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഇത്തരം അക്രമങ്ങൾ നേരിട്ട ആളുകൾക്ക് തലയുയർത്തി നടക്കാനും താനല്ല ഇവിടെ പ്രശ്നം ചെയ്തത് അല്ലെങ്കിൽ തനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ആ കുറ്റം ചെയ്തവനാണ് സൊസൈറ്റിയിൽ തലകുനിച്ച് നടക്കേണ്ടത് എന്നുമുള്ള ഒരു ബോധമാണ് നമ്മൾ സൊസൈറ്റിയിൽ സ്പ്രെഡ് ചെയ്യേണ്ടത്. സോ ഇതൊക്കെ ഇത്തരം ആളുകൾക്ക് ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവർ നമ്മളെടുത്ത് വന്ന് പറയുകയാണെങ്കിൽ അതിന് നമ്മൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ കൂടെ നിന്ന് കൊടുക്കുക എന്നതാണ് നമ്മളുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ നിത്യന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പെൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ട് അവളെ വിട്ടു പോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഭാര്യക്കാണെങ്കിൽ അവളുടെ ഭർത്താവ് അവൾ ഡിവോഴ്സ് ചെയ്ത് പോകുന്നു. ഇനിയിപ്പോൾ ഈ പറയുന്ന ഒരു ആൺകുട്ടിക്കാണെങ്കിൽ ഈ പറയുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. സോ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും അക്രമങ്ങൾ നേരിട്ടാൽ അത് അക്രമം നേരിട്ടവൻ്റെ കുഴപ്പമാണെന്നും ആക്രമിച്ചവനക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അത് തുറന്നു പറഞ്ഞാൽ പോലും അവിടെ പോകുന്നത് തൻ്റെ മാനമാണെന്നുമുള്ള ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ പ്രശ്നമാണ്. അത് നമ്മൾ പൊളിച്ചെഴുതേണ്ട സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.